ശ്രീലങ്കയിലെ നെഗോംബോ ജയിലിലുണ്ടായ വൻ സംഘർഷത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 25 പേർ കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഘർഷം. ജയിലിലെ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ടോടെയാണ് നെഗോംബോ ജയിലിൽ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ജയിലിൽ കഴിയുന്ന 2 മയക്കുമരുന്ന് സംഘങ്ങളിലെ അംഗങ്ങൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇത് പിന്നീട് വ്യാപിക്കുകയും വൻ സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഘർഷം രൂക്ഷമായതോടെ പ്രധാന ജയിലിനോട് ചേർന്നുള്ള വനിതാ ജയിലിലെ തടവുകാരും സംഘടിച്ചു. തുടർന്ന് വനിതാ ജയിലിലെ തടവുകാർ ജയിൽ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറി തങ്ങളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തടവുകാർ കൂട്ടത്തോടെ കയറിയതോടെ കെട്ടിടത്തിനുള്ളിലെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണതായും അപകടത്തിൽ ചില വനിതാ തടവുകാർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടത്. ഇതുവരെ 23 പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായി ആശുപത്രി ഡയറക്ടർ പുഷ്പ ഗാംഗ്ലെ വാർത്താ ഏജൻസിയായ AFP-യോട് പറഞ്ഞു. 100-ലധികം പേർക്ക് പരിക്കേറ്റ ചികിത്സയിലുണ്ട്. ഇതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും തടവുകാരുമുണ്ട്. ചിലർക്ക് വെടിയേറ്റാണ് പരിക്കേറ്റിട്ടുള്ളതെന്നും മറ്റു ചിലർക്ക് ആഴത്തിൽ മുറിവുകളുണ്ടെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചു. ജയിലിൽ സംഘർഷം രൂക്ഷമായതോടെ പോലീസ് കമാൻഡോകളെ ജയിലിന് പുറത്ത് വിന്യസിച്ചിരുന്നു. എന്നാൽ കമാൻഡോകൾ ജയിലിനകത്തേക്ക് കയറിയിട്ടില്ല. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി വ്യോമസേനയുടെ ഹെലികോപ്റ്ററും ഡ്രോണുകളും സ്ഥലത്തുണ്ട്. അതിനിടെ ജയിലിൽ സംഘർഷമുണ്ടായെന്ന വിവരം പുറത്തറിഞ്ഞതോടെ തടവുകാരുടെ ബന്ധുക്കളും ജയിലിനു മുന്നിൽ തടിച്ചുകൂടി. ജയിലിനുള്ളിൽ നിന്ന് നിരന്തരം വെടിയൊച്ചകൾ കേട്ടതായി നാട്ടുകാരും മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.